ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഹനുമാനെ രാവണന്റെ സദസ്സിലേക്ക് പിടിച്ചു കെട്ടിക്കൊണ്ടുവരുന്ന ആ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. രാവണന്റെ സദസ്സിലേക്ക് വാനരന്മാർ തോളിലേറ്റി ഹനുമാനെ കൊണ്ടുവന്നു. അപ്പോൾ രാക്ഷസന്മാരുടെ തോളിൽ ഒരു ജലപ്രവാഹം. അത് കണ്ടപ്പോൾ രാക്ഷസന്മാർ പറയുകയാണ്, നമ്മുടെ ജയത്തിൽ ദേവന്മാർ സന്തോഷവർഷം, അതായത് സന്തോഷത്തിൻ്റെ മഴ പൊഴിക്കുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് ഹനുമാൻ പറയുകയാണ്, ദേവന്മാരല്ല, ഞാൻ മൂത്രമൊഴിച്ചതാണ്. ഇത് കേട്ടപ്പോൾ രാക്ഷസന്മാർ എല്ലാവരും ഹനുമാനെ താഴെയിട്ടു. അപ്പോൾ ഹനുമാൻ ഇനിയും എന്തിന് എന്നെ തല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് രാവണനു നേരെ പൃഷ്ഠം തിരിച്ച് ഇരുന്നു. ഇത് കണ്ടപ്പോൾ രാവണൻ പറയുകയാണ്, വാനരന്മാർ മരക്കൊമ്പുകളിലാണ് ഇരിക്കുന്നത്. ഏതു കാലത്താണ് അവർ രാജസഭയിൽ ഇരുന്നിട്ടുള്ളത്? അപ്പോൾ പ്രഹസ്തൻ ചോദിക്കുകയാണ്, വാനര, നീ ആരാണെന്ന് പറയൂ. എന്തിനാണ് രാജാവിനു നേരെ പുറം തിരിഞ്ഞ് ഇരിക്കുന്നത്? അത് കേട്ടപ്പോൾ ഹനുമാൻ പറയുകയാണ്, രാജാവ് ഒരാളല്ലേ ഉള്ളൂ. ആ രാജാവ് അയോധ്യയിലെ രാമനല്ലേ. നീ ആരുടെ ദൂതനാണ്? ആര് പറഞ്ഞിട്ടാണ് ഈ ലങ്കയിലെത്തിയത്? ഇങ്ങനെ വീണ്ടും പ്രഹസ്തൻ എന്ന മന്ത്രി ചോദിച്ചപ്പോൾ ഞാൻ എന്നെ എങ്ങനെ പരിചയപ്പെടുത്തും? നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ രാജാവുണ്ടെന്ന്. അതെവിടെയാണ്? അതാദ്യം നിങ്ങൾ എന്നോട് പറയൂ എന്ന് ഹനുമാൻ തിരിച്ച് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ രാവണന്റെ മന്ത്രിയായ പ്രഹസ്തൻ ഹനുമാനെ രാവണന്റെ നേരെ പിടിച്ചു തിരിച്ചിരുത്തിക്കൊണ്ട് കാണിച്ചു കൊടുത്തു, ദേ നോക്കൂ, ഇതാണ് ഞങ്ങളുടെ രാജാവ് രാവണൻ. അപ്പോൾ ഹനുമാൻ പറയുകയാണ്, ഇതാണോ രാജാവ്? ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. ഇന്ദ്രപുത്രനായി ബാലി എന്നൊരു വീരനുണ്ടായിരുന്നു. അവന്റെ കക്ഷത്തിൽ ഇവൻ ഇരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അർജുനന്റെ കുതിരാലയത്തിൽ ഇവനെ കെട്ടിയിട്ടിരിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. പുലസ്ത്യ മുനി വന്ന് ഇവനെ അടിച്ചുകൊണ്ടു പോകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. 10 തലയും 20 കണ്ണും 20 കൈയുമായി ഇങ്ങനെ ഒരു വിചിത്ര ജീവിയെ ഞാൻ ഇതിനു മുമ്പ് എങ്ങും തന്നെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ, ഇത്തരത്തിലുള്ള ഹനുമാന്റെ വാക്കു കേട്ടപ്പോൾ അഹങ്കാരിയായ രാവണന് സഹിച്ചില്ല. രാവണൻ ഹനുമാനോട് പറഞ്ഞു, ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്? അത് പറയൂ. ദേവദാനവ ഗന്ധർവന്മാർ, മനുഷ്യർ ആരാണ് നിന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? സത്യം പറയൂ, എങ്കിൽ കെട്ടഴിച്ച് വിടാം. നുണ പറയുകയാണെങ്കിൽ നിന്നെ ഇന്ന് കൊന്നുകളയുക തന്നെ ചെയ്യും. അത് കേട്ടപ്പോൾ ഹനുമാൻ പറയുകയാണ്, മനുഷ്യൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ലങ്കയുടെ അകത്തേക്ക് കടന്നതും. ഇങ്ങനെ ഹനുമാൻ പറഞ്ഞു നിർത്തിയപ്പോൾ 2 ലക്ഷം രാക്ഷസന്മാർ ഹനുമാനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുപോയി കെട്ടഴിച്ചു. കഴുത്തിൽ വലിയ മാല കെട്ടി. അവർ ഹനുമാനെ മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും പിടിച്ചുകൊണ്ട് നടത്തി. ഇതൊക്കെ കണ്ടപ്പോൾ ഹനുമാന് വലിയ രസമായി. ലങ്കാപുരിയിലെ സ്ത്രീകളെല്ലാം ഹനുമാനെ കാണാനായി കൗതുകത്തോടെ അവിടെ വന്നു നിരന്നു. ഹനുമാനെ കണ്ട് ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു, പൂമാലയിട്ടപ്പോൾ അല്ലയോ വാനര, നീ സുന്ദരനായിരിക്കുന്നു.
ഹനുമാൻ അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? രാവണന് കുലീനയും സുന്ദരിയുമായ ഒരു മകളുണ്ട്. രാവണൻ എന്നോട് പറഞ്ഞു അവളെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് പിടിച്ചുകെട്ടി വിവാഹം കഴിപ്പിക്കുവാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ കുലീനന്മാരായ വാനരവംശമാണ്. അതിനാൽ എന്നെ വിവാഹം കഴിച്ചാൽ രാവണന്റെ യശസ് വളരെയധികം വർദ്ധിക്കും. സഭാസ്ഥലത്തു വെച്ചു തന്നെ ഉടൻ തന്നെ വിവാഹം നടക്കുക തന്നെ ചെയ്യും. റാണി മണ്ഡോദരി എൻ്റെ ഭാര്യയുടെ മാതാവും രാവണൻ ഭാര്യയുടെ പിതാവുമാകും. ഇന്ദ്രജിത്ത് എനിക്ക് അളിയനാകും. ലങ്കയിലെ ദാസിമാരായ നിങ്ങളൊക്കെ എൻ്റെയും ദാസിമാരാകും. രണ്ടു കണ്ണിലും കാണുന്ന സ്വർണമയമായ ഈ വസ്തുക്കളൊക്കെ എൻ്റേതും കൂടിയാകും. സ്വർണക്കട്ടിലിൽ ഞാൻ പ്രമീളയോടൊത്ത് രാപകലുകൾ ഉറങ്ങും. സുവർണഫലങ്ങളും സുവർണലതാഫലങ്ങളും ഞാൻ തിന്നും. എൻ്റെ ഭാഗ്യം കൊണ്ട് വിധാതാവ് തന്ന മഹാഭാഗ്യമാണിത്. ഒരിക്കൽ അങ്ങനെ ഞാനും ലങ്കയുടെ രാജാവാകും. ഹനുമാന്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ സ്ത്രീകൾ പൊട്ടിച്ചിരിച്ചു. ഹനുമാൻ വാൽ ഒന്നാട്ടിക്കൊണ്ട് പറഞ്ഞു, 2 മുഴം ദൂരെ നിൽക്കണേ, എന്നാൽ ഞാൻ നല്ല നൃത്തം നിങ്ങളെ കാണിച്ചു തരാം. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളാണ് വിഭീഷണൻ. രാവണൻ ഹനുമാനോട് വീണ്ടും പറഞ്ഞു, നീ ആരുടെ ദൂതനാണ്? എന്തിനാണ് വന്നത്? ഇതെല്ലാം വിസ്തരിച്ചു തന്നെ പറയൂ. അങ്ങനെ പറഞ്ഞാൽ ഉടൻ തന്നെ നിന്നെ വിട്ടയക്കാം. ഇത് കേട്ടപ്പോൾ ഹനുമാൻ മറുപടി പറഞ്ഞു, ഞാൻ രാമന്റെ ദൂതനാണ്. നിന്റെ അത്ഭുതകരമായ പൂന്തോട്ടം ഞാൻ നശിപ്പിച്ചു. നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനത് നശിപ്പിച്ചത്. ഇനി ഞാൻ വന്ന കാര്യം നിന്നോട് പറയാം, നീ കേട്ടുകൊള്ളുക. ദശരഥ രാജാവിൻ്റെ മൂത്ത പുത്രൻ രാമൻ, രാമന്റെ പത്നി സീത. ആ സീതയെ രാവണൻ അപഹരിച്ചു. സുഗ്രീവനുമായി രാമൻ ചങ്ങാത്തം സ്ഥാപിച്ചു. നീ പണ്ട് ബാലി രാജാവിനോട് തോറ്റില്ലേ? ആ ബാലിയെ രാമൻ വധിച്ചു. നിന്റെ ബ്രഹ്മാസ്ത്രമൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല. ബന്ധനത്തെ ഞാൻ മാനിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കെന്നെ ബന്ധിക്കുവാൻ സാധിച്ചത്. ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ബന്ധനം സ്വീകരിച്ചത്. രാമന്റെയും സുഗ്രീവന്റെയും ആലോചനകൾ എനിക്ക് നന്നായിട്ടറിയാം. രാമൻ കുംഭകർണനെയും നിന്നെയും വധിക്കും. ഇന്ദ്രജിത്തിനെ വധിക്കുന്നത് ലക്ഷ്മണനാണ്. മറ്റു രാക്ഷസന്മാരെയൊക്കെ ഞങ്ങൾ വാനരന്മാർ വധിക്കും. ഇതൊക്കെ സുഗ്രീവനോട് സത്യം ചെയ്തു പറഞ്ഞതാണ്. നിന്നെ ഞാൻ കൊന്നാൽ രാമന് സത്യഭംഗം വരും. എൻ്റെ ഈ വാലു മാത്രം മതി നിന്റെ 10 തലയും തല്ലിപ്പൊട്ടിക്കുവാൻ. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. കാരണം രാമന്റെ സത്യത്തെക്കുറിച്ചോർത്താണ് ഞാനിപ്പോൾ ക്ഷമിക്കുന്നത്. ഇങ്ങനെ ഹനുമാൻ പറഞ്ഞപ്പോൾ അവനെ വെട്ടിക്കൊല്ലുവാൻ രാവണൻ കൽപ്പിച്ചു. അപ്പോൾ വിഭീഷണൻ ഇടപെട്ടു. വിഭീഷണൻ പറഞ്ഞു, അരുത്, ദൂതനെ വധിക്കരുത്, അത് അനാചാരമാണ്. ദൂതന്റെ വാക്കുകൾ വളരെ പ്രധാനമാണ്. സ്വന്തം കഥയും അന്യകഥയും ദൂതൻ മുഖേന അറിയുന്നു. ദൂതനെ വധിക്കരുത്. മറ്റൊരുത്തന്റെ വാക്കല്ലേ ദൂതൻ വന്ന് പറയുന്നത്. ആ വാക്കു പറഞ്ഞവനെ വേണം വധിക്കുവാൻ, അല്ലാതെ ദൂതനെ വധിക്കരുത്. ദൂതന് കൊടുക്കാവുന്ന പരമാവധി ശിക്ഷ അത് അവന്റെ തല മുണ്ഡനം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. വേറെ യാതൊരു ശിക്ഷയും
അവന് കൊടുക്കാൻ പാടില്ല, അത് ദോഷമാണ്. ഇങ്ങനെ വിഭീഷണൻ രാവണനെ ഉപദേശിച്ചു. അപ്പോൾ രാവണൻ ഹനുമാന്റെ വാൽ പൊള്ളിച്ചിട്ട് അവനെ സ്വദേശത്തേക്ക് അയക്കുവാൻ കൽപ്പന കൊടുത്തു. വാൽ പൊള്ളിയാൽ അവനെ കാണുന്നവരൊക്കെ അവനെ നോക്കി ചിരിക്കും. കൽപ്പന കേട്ട് രാക്ഷസന്മാർ വാൽ പൊള്ളിക്കുവാനായി അവന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ഹനുമാന് വല്ലാതെ ദേഷ്യം വന്നു. വാൽ ഹനുമാൻ 50 യോജന വലുതാക്കി. അത് കണ്ട് രാവണന് ഭയമായി. പിടിക്കവനെ പിടിക്കവനെ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു രാവണൻ ബാലിയുടെ വാലിൽ കുടുങ്ങിയത് ആ സമയം ഒരു പക്ഷേ ഓർത്തു കാണും. 3 ലക്ഷം വാനരന്മാർ അവന്റെ വാലിൽ പിടിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ചേർന്ന് ഹനുമാന്റെ വാല് ഭൂമിയിൽ പിടിച്ച് അമർത്തി വെച്ചു. തുണി കൊണ്ടുവന്ന് വാലിൽ ചുറ്റി. തുണി തീർന്നതല്ലാതെ വാൽ മുഴുവനായി ചുറ്റി തീർക്കുവാനായി അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് ലങ്കയിൽ കിട്ടാവുന്ന തുണി മുഴുവനും അവരവിടെ കൊണ്ടുവന്നു. എണ്ണയും നെയ്യും കൊണ്ടുവന്നു. എണ്ണയിലും നെയ്യിലും നനച്ച ആ തുണികൾ മുഴുവനും ഹനുമാന്റെ വാലിൽ ചുറ്റി തീർത്തു. അതിനുശേഷം അവർ ഹനുമാന്റെ വാലിൽ തീ കൊളുത്തി. ആ സമയത്ത് ജാനകിയുടെ അനുഗ്രഹം നിമിത്തം ഹനുമാന് പൊള്ളിയില്ല. അപ്പോഴേക്കും ഹനുമാനെ ബന്ധിച്ചു വാലിൽ തീ കൊടുത്തു എന്നു കേട്ട് അത് കാണുവാനായി എല്ലാവരും കോട്ടയ്ക്കകത്ത് എത്തിച്ചേർന്നു. ചിലർ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇവൻ മൂലം മരിച്ചു എന്ന്. ചിലർ പറഞ്ഞു, എൻ്റെ സഹോദരൻ ഇവൻ മൂലം മരിച്ചു എന്ന്. എൻ്റെ മിത്രം ഇവൻ മൂലം മരിച്ചു എന്ന് മറ്റു ചിലർ പറഞ്ഞു. ചിലർ പറഞ്ഞു, എൻ്റെ ബന്ധുവാണ് ഇവൻ കാരണം മരിച്ചത്. വാനരന് നല്ല അടിയും കടുത്ത ശിക്ഷയും കിട്ടിയതിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. കയ്യിൽ കിട്ടിയ കല്ലും കട്ടയും കുന്തവും ശൂലവും എല്ലാം എടുത്ത് അവർ വാനരനെ എറിഞ്ഞു. എല്ലാവർക്കും ഹനുമാനെ ഭയമായി. ഭാഗ്യവശാൽ ഇവനിൽ നിന്നും രക്ഷപ്പെട്ടു. കണ്ടുകിട്ടിയാൽ അവനെ കൊല്ലണം എന്ന് ആഗ്രഹിച്ചവരാണ് അവരെല്ലാവരും. കാരണം അവരുടെയൊക്കെ ബന്ധുക്കൾ ഹനുമാൻ കാരണം മരിച്ചിരുന്നു. ഹനുമാൻ ചിരിച്ചു. ഉടൻ തന്നെ ഓരോ തെരുവും കത്തിയെരിയാൻ തുടങ്ങുമെന്ന് ഹനുമാന്റെ ആ ചിരിയിൽ ഉണ്ടായിരുന്നു. അവിടെ അശോകവനികയിൽ ജാനകി ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ജാനകിയുടെ അടുത്തേക്ക് ദാസിമാർ എത്തിച്ചേർന്നു. സകല വിവരങ്ങളും അവർ ജാനകിയോട് പറഞ്ഞു. നീ ഒരു കുരങ്ങനോട് വർത്തമാനം പറഞ്ഞില്ലേ? അവന്റെ വാലിൽ അഗ്നിയാണിപ്പോൾ, അവന്റെ കഴുത്തിൽ കയറാണിപ്പോൾ. മുമ്പിലും പുറകിലും നിന്ന് ആളുകൾ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ സീതാദേവി ഭയന്നു. സീതാദേവി അഗ്നി ഭഗവാനോട് പ്രാർത്ഥിച്ചു. ജാനകിയുടെ മനസ്സു നിറഞ്ഞുള്ള ആ പ്രാർത്ഥന ദേവന്മാർ കേട്ടു. ദേവന്മാർ സീതാദേവിയെ സമാധാനപ്പെടുത്തി. ബ്രഹ്മാവ് പറഞ്ഞു, സീതേ മകളെ ഒട്ടും വിഷമിക്കണ്ട. ദേവിയുടെ വരം കൊണ്ട് തന്നെ ഹനുമാൻ സുരക്ഷിതനായിരിക്കും. മകളെ സീതേ, നിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഹനുമാൻ സുരക്ഷിതനായിരിക്കും. സംശയിക്കേണ്ട, ഇപ്പോൾ തന്നെ ഹനുമാൻ ലങ്കാനഗരം ദഹിപ്പിക്കും. ഞങ്ങൾ ദേവന്മാരെല്ലാവരും അത് കാണുവാൻ വരുന്നുണ്ട്. ഇത് സന്തോഷിക്കേണ്ട സമയമാണ്, വിഷമിക്കാതിരിക്കൂ. ഇങ്ങനെ ബ്രഹ്മദേവൻ സീതാദേവിയെ സമാധാനപ്പെടുത്തി. ബ്രഹ്മദേവന്റെ ഉപദേശം കേട്ട്, ആശ്വാസവചനങ്ങൾ കേട്ട് സീതാദേവി കരച്ചിലടക്കി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഹരേ കൃഷ്ണ. ഇനിയാണ് പ്രസിദ്ധമായ ലങ്കാദഹനം. അത് നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഇന്നത്തെ ഈ അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.